അപ്പോൾ രാവിലെ ബാക്കി വന്ന ഇടിയപ്പത്തിൻ്റെ, അതായത് കണ്ണൂരിൽ നൂൽപുട്ടെന്ന് പറയും. അപ്പോൾ ആ അപ്പത്തിൻ്റെ പൊടിയാണ്, എന്താ പറയുക, കുഴച്ച് വെച്ച ബാക്കിയാണ്, ബാലൻസാണ്. അപ്പോൾ ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 നുള്ളി ജീരകം, സാധാരണ ജീരകം, പിന്നെ ഒരു പിഞ്ച് നമ്മുടെ എന്താ പറയുക കായമില്ലേ, കായത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ചുവന്ന മുളകിൻ്റെ ഇത് എന്താ പറയുക ചില്ലി ഫ്ലേക്സ് എന്ന് പറയും, അതും കൂടെ ഇട്ട് കൊടുക്കുക. അത് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചാറ്റ് മസാല ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കൈ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ഉപ്പ് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ആദ്യമേ തന്നെ നമ്മൾ മറ്റു പൊടികളിടുമ്പോൾ ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ഉപ്പുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞാൻ ഒരു ബോളാക്കിയിട്ട് പിന്നെ എന്താ പറയുക എല്ലാം ഇതുപോലെ ബോൾസാക്കി എടുക്കുകയാണ്. എന്നിട്ട് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളി സ്നാക്കാണ്. നമ്മൾ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവറിലുള്ള, കാരണം നമ്മൾ ചാറ്റ് മസാല ഒക്കെ ചേർത്തില്ലേ, അതുകൊണ്ട് വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉള്ളി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മിക്കവരെ വീട്ടിലൊന്നും രാവിലത്തെ ഇങ്ങനെയുള്ള കൂട്ടമൊക്കെ എന്തായാലും കുറച്ചെങ്കിലും ബാലൻസ് വരും. പിന്നെ എപ്പോഴും കറക്റ്റ് അളവെടുക്കുന്നവർക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളിത് ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്ക് സ്പൂൺ കൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അരിയാണെന്ന് വെച്ചിട്ട് ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഇതിലുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക്. അപ്പോൾ ആ ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ മസാലയുടെ ഒക്കെ ടേസ്റ്റ് വേറെ തന്നെ നല്ലൊരു ഫ്ലേവറാണ് നൽകുന്നത്. ഇനി ചാറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഗീൻ്റെ പൗഡറിൻ്റെ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിം, അതായത് തീരെ കുറഞ്ഞു പോകാനും പാടില്ല, നന്ന കൂടാനും പാടില്ല. ആ ഒരു രീതിയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ എന്താ ശരിയായതുകൊണ്ട് ഉള്ളിൽ അത്യാവശ്യം വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സൂപ്പർ സ്നാക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കമൻറ്റും കൂടെ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.